പത്തനംതിട്ട കോന്നി പയ്യനാമണ്ണിൽ ക്വാറിയിൽ വൻ അപകടമുണ്ടായിരിക്കുന്നു. ഹിറ്റാച്ചിക്ക് മുകളിലേക്ക് കൂറ്റൻ പാറ ഇടിഞ്ഞു വീണ് 2 തൊഴിലാളികളാണ് കുടുങ്ങിയത്. മറ്റൊരു ഹിറ്റാച്ചി എത്തിച്ച് രക്ഷാപ്രവർത്തനത്തിന് ശ്രമിച്ചെങ്കിലും പാറ പാളികൾ മാറ്റാൻ കഴിയാത്തത് പ്രതിസന്ധിയാകുന്നുണ്ട്. ക്വാറിയുടെ ദുരന്ത സാധ്യത സംബന്ധിച്ച് നിരന്തരം പരാതി പറഞ്ഞിട്ടും നടപടിയെടുത്തില്ല എന്ന് നാട്ടുകാർ ആരോപിച്ചു. അന്യസംസ്ഥാന തൊഴിലാളികളാണ് ഈ ഇതിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നതായിട്ടാണ് നിലവിൽ. അവിടെ വന്ന് പുള്ളിക്കാരൻ മാനേജരും എല്ലാം കൂടെ വന്ന് ഗേറ്റിൻ്റെ അവിടെ നിൽക്കുക. ഞങ്ങളെ ഒരു കാരണവശാലും അകത്തോട്ട് കയറ്റിവിടത്തില്ല. കാര്യം 1500 മീറ്ററാണ് റോഡിൻ്റെ അളവ്. അത് 980 വച്ച് സ്റ്റോപ്പ് ചെയ്തേക്കുക. പിന്നെ അങ്ങോട്ട് ചെയ്തിട്ടില്ല, അങ്ങോട്ട് കയറ്റിവിടത്തില്ല. അത് കഴിഞ്ഞ് ഞങ്ങളെ ഭീഷണിപ്പെടുത്തി. ഒരാൾ മുണ്ട് പൊക്കി കാണിച്ചു. അപ്പം ഇവരെല്ലാം പോയി കഴിഞ്ഞ് അതിൻ്റെ AU എല്ലാം പോയി കഴിഞ്ഞാണ് പിന്നെ ഞങ്ങൾ ലാസ്റ്റ് നിൽക്കുന്നത്. ഞങ്ങൾ ജിയോളജി ചെന്നപ്പോൾ ആകെ 40 പാസ് കൊടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. 40 പാസ്സേ കൊടുത്തിട്ടുള്ളൂ. പക്ഷേ ഇവിടെ പൊട്ടിക്കുന്നത് 40 പാസ്സല്ലല്ലോ. ഇത് നിയമവിരുദ്ധമായിട്ടല്ലേ ചെയ്യുന്നത്. ഞങ്ങളുടെ വീടുകളെല്ലാം പൊട്ടുന്നുണ്ട്. കിണറ്റിലെ വെള്ളം കുടിക്കാൻ കൊള്ളത്തില്ല. പിന്നെ അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് അസുഖങ്ങളാണ്. ഈ പൊടി പടലങ്ങൾ വന്ന് അടിഞ്ഞ് അസുഖങ്ങളാണ്. പക്ഷേ ഇത്രയും നിങ്ങളുടെ ന്യൂസ് പോയിട്ടും അനധികൃതമായിട്ട് പിന്നെയും പൊട്ടിക്കുകയാണിത്. ഒന്നും ചെയ്തില്ല. ഉദ്യോഗസ്ഥർ വരിക, പകുതിക്ക് വന്ന് അവർ വന്ന് മടങ്ങിപ്പോവുക. ഞങ്ങളവിടെ ചെന്ന് അന്വേഷിക്കുന്നതിന് പറയും ഞങ്ങൾ വന്നായിരുന്നല്ലോ എന്ന് പറയും. പക്ഷേ അവർ പകുതിക്ക് വന്ന് അവരങ്ങ് പോവും. ഇതാണ് ഇവിടുത്തെ സ്ഥിതി. നിങ്ങളൊറ്റ ചാനൽ മാത്രമേ ഉള്ളൂ ഇത് ആദ്യം തൊട്ട് ഇന്ന് വരെ മനുഷ്യനെ അറിയിപ്പിച്ചിട്ടുള്ളത്. വേറെ ഒരു ചാനൽ വന്നിട്ടില്ല. ഇന്ന് ഈ അത്യാഹിതം വന്നപ്പോൾ ചാനൽ വന്നു. തൊട്ട് മുകളിലാണ് അപകടം നടന്ന സ്ഥലമുള്ളത്. ആ പാറമട ഒന്നാകെ ആ പാറമടക്കെതിരെ പ്രദേശവാസികൾ. ശ്രീരാജ് ബാബുവാണ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. ശ്രീരാജ്, എന്തായാലും അതീവ ദുഃഖകരമായിട്ടുള്ള ഒരു സംഭവമാണ്. ഒരു അപകടം സംഭവിച്ചിരിക്കുന്നു. അതിൽ 2 ആളുകൾ അപകടത്തിൽ പെട്ടിരിക്കുന്നു എന്നുള്ളത്. ഇപ്പോൾ സമയം 6 മണിയൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഇരുട്ട് വീഴുന്ന സമയമായിരിക്കുകയാണ്. അപ്പോൾ രക്ഷാപ്രവർത്തനം ദുഷ്കരമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഏത് രീതിയിലാണ് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത് അവിടെ? സ്വാധീനം നിലവിലാ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ആ ഭാഗത്ത് ഒരാളുടെ കാല് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് ഫയർഫോഴ്സ് സംഘത്തിന്. ആ പാറ മാറ്റിയാൽ മാത്രമാകും ആ മനുഷ്യനെ പുറത്തെടുക്കാൻ സാധിക്കുക. 2 പേരാണ് അപകടത്തിൽപ്പെട്ടത്. അതിൽ ഒരാളുടെ കാലുകളാണ് നിലവിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് കാണാൻ കഴിഞ്ഞത്. ഹിറ്റാച്ചി ഉപയോഗിച്ച ആ പാറ അവിടെ നിന്ന് മാറ്റിയാൽ മാത്രമാകും അത്തരത്തിൽ സാധിക്കുക. ഇപ്പോഴും ഒരാളെ എടുത്തിട്ടുണ്ട്. സ്വാധീനം നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. അയാൾ ആ പാറയുടെ അടിഭാഗത്ത് നിന്നാണ് അയാളെ പുറത്തെടുത്തിട്ടുള്ളത്. നിലവിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അയാളെ സ്ട്രക്ചറിൽ കിടത്തി എടുക്കാനുള്ള ശ്രമത്തിലാണ് നിലവിലുള്ളത്. ആ പാറയുടെ അടിയിൽ നിന്ന് തന്നെ നേരത്തെ തന്നെ 2 കാലുകൾ കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. ആ പാറകൾ മാറ്റാനുള്ള ശ്രമമായിരുന്നു ഏറെ സമയം മുതൽ തന്നെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. ഹിറ്റാച്ചി ഉപയോഗിച്ചുകൊണ്ട് തന്നെ ആ പാറ നീക്കം ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ ഏറെ സമയം കൊണ്ട് തന്നെ നടക്കുന്നുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് 2:30 നടന്ന അപകടം ഇത്രയും മണിക്കൂറുകൾ നീണ്ട രക്ഷാപ്രവർത്തനമായിരുന്നു നടന്നത്. ദുഷ്കരമായ ഒരു സാഹചര്യമായിരുന്നു നിലവിൽ ഇവിടെ ഉള്ളത് എന്ന് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാകും. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ അല്പസമയം മുൻപ് തന്നെ ആ പാറയുടെ അടിയിൽ നിന്നും ഒരു മനുഷ്യൻ്റെ കാലുകൾ കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. അങ്ങനെ അവിടേക്ക് എത്തി ഹിറ്റാച്ചി ഉപയോഗിച്ച് അവിടെ ഉണ്ടായിരുന്ന വലിയ പാറക്കഷ്ണങ്ങളായിരുന്നു. അവിടെ എത്തി ആ പാറക്കഷ്ണങ്ങൾ നീക്കം ചെയ്ത് മാത്രമാണ് ആ മനുഷ്യനെ ഇപ്പോൾ പുറത്തെടുത്തത്. നിലവിൽ ആംബുലൻസ് അടക്കം ആ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. ആ കണ്ടെടുത്ത ആളെ കൊണ്ടുപോകാനുള്ള ആംബുലൻസ് അടക്കം ഈ ഭാഗത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. എന്തായാലും നിലവിൽ 2 പേർ അപകടത്തിൽപ്പെട്ടതിൽ ഒരാളെയാണ് ഇപ്പോൾ കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത്. അയാൾക്ക് ജീവനുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ പോലും അറിയില്ല. കാരണം വലിയ പാറയായിരുന്നു അയാളുടെ ദേഹത്തൂടെ കിടന്നത് എന്നാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്നടക്കം മനസ്സിലാക്കാൻ. 2 കാലുകൾ കാണാൻ. എന്തായാലും നിലവിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് അയാളെ ആ പാറയുടെ അടിയിൽ നിന്നും പാറകൾ നീക്കി പുറത്തെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്തായാലും ഇനി അയാളെ ഈ ആംബുലൻസിലേക്ക് എത്തിച്ച് അടിയന്തരമായി നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട്. വലിയ പാറക്കഷ്ണം തന്നെയായിരുന്നു അയാളുടെ ദേഹത്തേക്ക് വീണത്. തുണി കൊണ്ട് മുഴുവൻ മൂടിയ തരത്തിലാണ് ഉള്ളത്. നിലവിൽ നമുക്കറിയാം വലിയ പാറക്കഷ്ണമായിരുന്നു അയാളുടെ ദേഹത്ത് വീണത്.
അതിൽ 2 കാലുകൾ മാത്രമായിരുന്നു പുറത്തു കാണാൻ സാധിക്കുന്ന തരത്തിൽ ഉണ്ടായിരുന്നത്. ആ പാറകൾ നീക്കി അയാളെ പുറത്തെടുക്കുക എന്നതായിരുന്നു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഏറെ സമയം കൊണ്ട് തന്നെ അതിനുള്ള പരിശ്രമമായിരുന്നു. എന്തായാലും നിലവിൽ ഹിറ്റാച്ചി ഉപയോഗിച്ചുകൊണ്ട് ആ പാറകളാകെ മാറ്റി അയാളെ പുറത്തെടുത്തിട്ടുണ്ട്. ഇനിയും ഒരാൾ ഇതിൽ കിടപ്പുണ്ട്. ഒന്നെങ്കിൽ ഇപ്പോൾ ഈ മൃതദേഹം കണ്ട ആ ഭാഗത്തോ അല്ലെങ്കിൽ അപകടം നടന്ന നിലവിൽ ഈ മൃതദേഹം കണ്ടെടുത്തത് ഈ അപകടം നടന്നതിൻ്റെ തൊട്ട് താഴ്ഭാഗത്തായിട്ടാണ്. ഈ അപകടത്തിന് പിന്നാലെ ഇയാൾ തെറിച്ച് താഴേക്ക് വീണതാകാം. അങ്ങനെ ഈ പാറയുടെ അടിയിൽപ്പെട്ടതാകാം. ഇയാൾ തെറിച്ച് താഴേക്ക് വീഴുകയും ഇയാളുടെ മുകളിലേക്ക് പാറകൾ വന്ന് വീഴുകയും ചെയ്തതാകാം എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇനിയും ഒരാൾ കൂടി ഇവിടെ കുടുങ്ങിക്കിടപ്പുണ്ട്. ഒന്നെങ്കിൽ ഈ നിലവിൽ ഇയാളെ കണ്ടെടുത്ത ഭാഗത്തോ അല്ലെങ്കിൽ ഈ അപകടം നടന്ന ഹിറ്റാച്ചി ഇപ്പോഴും തകർന്നു കിടക്കുന്ന ആ ഭാഗത്തോ ആയിരിക്കും ഈ രണ്ടാമത്തെ ആളുള്ളത്. എന്തായാലും ഈ രണ്ടാമത്തെ ആളെ കണ്ടെത്താനുള്ള ശ്രമമാണ് ഇനി നിലവിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുക. രണ്ടാമത്തെ ആൾ വാഹനത്തിന് ഉള്ളിലാണോ ഏത് ഭാഗത്താണ് എന്നുള്ളത് കൃത്യമായും ഇതുവരെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. ഒരാളുടെ മാത്രമായിരുന്നു കാല് ഈ പാറ വീണ് കാല് പുറത്തേക്ക് കാണാൻ കഴിയുന്ന തരത്തിൽ ഉണ്ടായിരുന്നത്. ആ പാറ പൊട്ടിച്ച് നിലവിൽ അയാളെ പുറത്തെടുത്തിട്ടുണ്ട്. മറ്റൊരാൾക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ കൂടി നിലവിൽ നടക്കുകയാണ്. ഈ പാറ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. മുഴുവൻ പാറയും പൊട്ടി ആ ഭാഗത്തേക്ക് വീണിരിക്കുകയാണ്. ഹിറ്റാച്ചി പൂർണ്ണമായും തകർന്നു. ഹിറ്റാച്ചിക്കുള്ളിലാണോ അതോ പുറത്തേക്ക് തെറിച്ചു വീണ സാഹചര്യമാണോ നിലവിലുള്ളത് എന്ന് പോലും അറിയാൻ കഴിയില്ല. അത്തരത്തിലുള്ള പരിശോധനകളാണ് നിലവിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നടത്തുന്നത്. ആ ഹിറ്റാച്ചി അപകടം സംഭവിച്ചതിൻ്റെ തൊട്ട് താഴ്ഭാഗത്ത് നിന്നുമാണ് ഇപ്പോൾ ഇയാളെ കണ്ടെത്തിയിരിക്കുന്നത്. അയാളുടെ കാല് മാത്രം കുറച്ച് സമയം മുൻപ് തന്നെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിരുന്നു. പക്ഷേ പാറയുടെ അടിയിലായിരുന്നു. പാറ അയാൾക്ക് ദേഹത്തേക്ക് വീണ ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും ഹിറ്റാച്ചി അടക്കം ഉപയോഗിച്ചുകൊണ്ട് ആ പാറ പൂർണ്ണമായും നീക്കം ചെയ്തു. അയാളെ പുറത്തെടുക്കാൻ സാധിച്ചു. ഇനിയും ഒരാൾ ഈ പാറയുടെ ഇടയിൽ ഉണ്ട്, അല്ലെങ്കിൽ ആ അപകടത്തിൽ തകർന്ന ഹിറ്റാച്ചിക്ക് ഉള്ളിലുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അയാളെ കണ്ടെത്തുക എന്നത് തന്നെയാണ് ഇനി ഫയർഫോഴ്സ് സംഘത്തിന് മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധി ഈ അപകടം നടന്ന സ്ഥലം ഇപ്പോഴും വലിയ സുരക്ഷാ പ്രശ്നങ്ങളുണ്ട്. കാരണം ഈ അപകടത്തിന് ശേഷം വീണ്ടും പാറ പൊട്ടി വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക്, രക്ഷാപ്രവർത്തകർക്ക് തന്നെ കൂടുതൽ അപകടകരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് അവരും കടന്നു പോകുന്നത്. എല്ലാ തരത്തിലുള്ള സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിച്ചുകൊണ്ട് മാത്രമേ രക്ഷാപ്രവർത്തനം നടത്താൻ സാധിക്കുകയുള്ളൂ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം NDRF സംഘം ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് എന്ന വിവരമാണ് ലഭിക്കുന്നത്. എന്തായാലും NDRF സംഘത്തിൻ്റെ കൂടി ആവശ്യമുണ്ട് എന്ന തരത്തിലുള്ള ജില്ലാ ഭരണകൂടം അത്തരത്തിലുള്ള ആവശ്യം ജില്ലാ ഭരണകൂടത്തിന് മുന്നിലേക്ക് ഈ ഫയർഫോഴ്സ് അടക്കം വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ NDRF സംഘം ഇങ്ങോട്ടേക്ക് എത്തുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനു മുൻപ് തന്നെ ഒരാളെ പുറത്തെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്തായാലും ഇനിയും ഒരാൾ ഇപ്പോഴും ആ പാറയുടെ ഇടയിൽ, ഒന്നെങ്കിൽ ഇപ്പോൾ ഇയാളെ കണ്ടെടുത്ത ഭാഗത്ത് അല്ലെങ്കിൽ അതിൻ്റെ തൊട്ടുമുകളിലായി അപകടം നടന്ന ഹിറ്റാച്ചി ഉള്ള ഭാഗത്ത് ഇയാൾക്ക് വേണ്ടിയിട്ടുള്ള പരിശോധന നിലവിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നടക്കുകയാണ്. അവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ട്. രാത്രി തന്നെ മറ്റു മൃതദേഹം എടുക്കാനുള്ള അടിയന്തര നടപടി എടുത്തിട്ടുണ്ട്. പിന്നെ കളക്ടർ സ്ഥലത്തേക്ക് എത്തുന്നുണ്ട്. തഹസീൽദാർ റാന്നി കോന്നി. അതെ. NDRF സംഘം അറിയിച്ചിട്ടുണ്ട്. അവരെ വിവരം വിവരം അറിയിച്ചിട്ടുണ്ട്. അവരോടൊന്ന് തിരിച്ചിട്ടുണ്ടെന്നാണ് അറിവ്. എത്തിപ്പെടാനായിട്ടുള്ള ഒരു ദുഷ്കരമായ കണ്ടില്ലേ, ഒരു പാറക്കെട്ടുകൾ അവിടെ ആ സ്ഥലത്തേക്ക് എത്താനുള്ള വളരെ അപകടം പിടിച്ച രീതിയാണ്. മേളിൽ പാറക്കെട്ടുകൾ അപകടകരമായ രീതിയിൽ തന്നെ ഇപ്പോൾ നിൽക്കുന്നുണ്ട്. അതാണ് ഒരാളെ കണ്ടെത്തിയിട്ടുണ്ട്. ശരി. അങ്ങനെയാണ് പത്തനംതിട്ട കോന്നി പയ്യനാമണ്ണിൽ ക്വാറിയിൽ വൻ അപകടമുണ്ടായ അവിടെയാണ് ഒരു തൊഴിലാളിക്ക് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്ന ഒരാളുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു. മറ്റൊരാൾക്കായിട്ടുള്ള തിരച്ചിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ഹിറ്റാച്ചിക്ക് മുകളിലേക്കാണ് കൂറ്റൻ പാറ ഇടിഞ്ഞു വീണ് 2 തൊഴിലാളികൾ അപകടത്തിൽപ്പെട്ടത് എന്നുള്ളതാണ്. ഹിറ്റാച്ചികൾ എത്തിച്ചാണ് രക്ഷാപ്രവർത്തനം പുരോഗമിച്ചത്. പാറപ്പാളികൾ മാറ്റാൻ കഴിയാത്തത് വലിയ തരത്തിലുള്ള പ്രതിസന്ധിയായിരുന്നു. വലിയ തരത്തിൽ അനാസ്ഥ ഉണ്ടായിരുന്നു ഈ ഒരു ക്വാറിയുടെ പ്രവർത്തനം എന്നത് സംബന്ധിച്ച് നാട്ടുകാർ ആരോപണവും ന്യൂസ് മലയാളത്തോട് ഉന്നയിച്ചു. ഇപ്പോൾ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. നിർഭാഗ്യകരമായിട്ട് ഒരു തൊഴിലാളിക്ക് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നു. മൃതദേഹം പുറത്തെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. മറ്റൊരാൾക്കായിട്ടുള്ള തെരച്ചിൽ അവിടെ പുരോഗമിക്കുകയാണ്. ആ വിവരങ്ങളാണ് ശ്രീരാജ് ബാബു നൽകിയത്.